രാവിലെ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് നൈറ്റിന് പോയി കെട്ടിയവന് ഒരു പാക്കറ്റുമായിട്ട് തിരിച്ചു വരുന്നു. പാക്കറ്റ് കണ്ട ഉടനെ മനസ്സിലായി ഇത് ഷോപ്പിങ്ങിന് പോയ പാക്കറ്റ് അല്ലാന്ന്. അപ്പോൾ ഉടനെ ചോദിക്കാൻ തുടങ്ങി ഇതെന്താണ്, എവിടെ നിന്നാണെന്ന്. ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഇൻ്റർനാഷണൽ ഡേ ആയിരുന്നല്ലോ ഇന്നലെ, ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേ ആയിരുന്നല്ലോ ഇന്നലെ, അപ്പോൾ അതിന് കിട്ടിയ ഗിഫ്റ്റാണെന്ന്. ഞാൻ വിചാരിച്ചു ദൈവമേ എന്ത് നല്ല ഫെസിലിറ്റി അല്ലേ ഇത്. അങ്ങനെ അതൊക്കെ വിചാരിച്ച് നിന്നപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പം പറഞ്ഞത് അല്ല, നമ്മുടെ ഹൗസ് വാമിങ്ങിന് വരാത്ത ഒരു സ്നേഹിതൻ നമുക്ക് കൊണ്ടുതന്ന ഗിഫ്റ്റാണെന്ന്. അടിപൊളി ഗിഫ്റ്റായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ $10-20 കട്ടിംഗ് ബോർഡ് മേടിക്കുന്ന ഞാൻ ഇത് $79-89 കട്ടിംഗ് ബോർഡ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഈസി ബ്രേക്ക്ഫാസ്റ്റൊക്കെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാനും എൻ്റെ ഏഞ്ചലും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങളുടെ ഗാർഡനിലോട്ട് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് കുറച്ച് തക്കാളിയും പാവയ്ക്കൊക്കെ പറിച്ചെടുത്ത് ഞങ്ങളുടെ കൊട്ടയ്ക്കകത്തിട്ടു. എന്തൊക്കെയോ തിന്നിട്ട് പോവാണ് ഞങ്ങളുടെ തക്കാളി കേട്ടോ. അങ്ങോട്ട് പഴുക്കാനായിട്ട് നിർത്തുന്നേ ഇല്ല. ഞാൻ പഴുക്കാനായിട്ട് നിർത്തുന്നതാണ് ഇതൊക്കെ, പക്ഷേ ആരും തരുകയില്ല. അങ്ങനെ പാവയ്ക്കൊക്കെ പറിച്ചെടുത്ത് ഞങ്ങൾ നന്നായിട്ട് തോരന് വേണ്ടി അരിഞ്ഞെടുത്ത് കേട്ടോ. അതുപോലെ ഞങ്ങളുടെ ഗാർഡനിനകത്ത് ഇപ്പം തണുപ്പ് തുടങ്ങുവാണ് ഇവിടെ. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. നല്ല കുഞ്ഞായിട്ട് കിളിച്ചു വരുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് നട്ടിട്ടുണ്ട്. ഈ കാട് പോലെ നിൽക്കുന്നത് മൊത്തം ഹെർബ്സാണ് കേട്ടോ. അങ്ങനെ തക്കാളി തോരനും പാവയ്ക്ക തോരനൊക്കെ ഉണ്ടാക്കാൻ ഞാൻ പറയണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനും എഞ്ചിലും കൂടെ ഞങ്ങളുടെ നോൺ വെജ് ഇല്ലാത്ത വെജ് മാത്രമുള്ള ലഞ്ചാണ് ഇന്ന് കഴിച്ചത് കേട്ടോ.